കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൻ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെഴുകുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കേന ടി വിയുടെ പ്രേക്ഷകരും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മക്കളുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്വർഗം ഈ ലോകത്തിന് നൽകിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ സ്വർഗത്തിൻ്റെ അടയാളമാണ് പരിശുദ്ധ കന്യകാമറിയമെന്ന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഈ ലോകത്തിലുള്ള വിവിധ പ്രത്യക്ഷപ്പെടലുകളിലൂടെ നാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ ലോകത്തിൽ ഈ കാലഘട്ടത്തിൽ സ്വർഗത്തിൻ്റെ സന്ദേശകയായി, സ്വർഗത്തിൻ്റെ ഒരു അംബാസിഡറായി യേശുക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ നേടുവാൻ ഓടി നടക്കുന്ന മറ്റൊരു വ്യക്തിയില്ല. ഈ ലോകത്ത് അനേകം വിശുദ്ധരുണ്ടെങ്കിലും പല വിശുദ്ധരിലൂടെയും വലിയ ദൈവിക ഇടപെടലുകൾ ഈ ലോകത്ത് സംഭവിക്കുന്നത് നാം കാണുന്നുണ്ടെങ്കിലും പരിശുദ്ധ അമ്മയിലൂടെ ഈ ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദൈവിക ഇടപെടലുകൾ അതിലെല്ലാം വലുതാണ്. എന്തുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയം ഈ കാലഘട്ടത്തിൽ ഇത്രമാത്രം ശക്തമായി ഈ ലോകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുക? അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ലോകം വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക. സത്യത്തെ അസത്യമെന്നും നന്മയെ തിന്മയെന്നും തിന്മയെ നന്മയെന്നും ഈ ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക. സാത്താൻ ഈ കാലത്ത് ഈ ലോകത്ത് തൻ്റെ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ട് ഈ ലോകത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന അപകടകരമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുക. പരമ്പരാഗതമായി നമ്മളൊക്കെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്ന ചില മൂല്യങ്ങളൊക്കെ പരിഷ്കാരത്തിൻ്റെ പേരിൽ പുറന്തള്ളപ്പെട്ട് വലിയ മൂല്യച്യുതിയിലേക്ക് ഈ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ സാത്താൻ ഈ ലോകത്ത് കൊടികുത്തി വാഴുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ സാത്താൻ്റെ തല തകർക്കുവാനും സത്യത്തിലേക്ക് ഈ ലോകത്തെ നയിക്കുവാനും പരിശുദ്ധ അമ്മ ഈ ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. തിന്മയെ തകർക്കുവാൻ സ്വർഗം അയച്ചിരിക്കുന്ന സ്വർഗത്തിൻ്റെ പടയാളിയാണ് പരിശുദ്ധ കന്യകാമറിയം. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ കന്യകാമറിയം എന്തുകൊണ്ട് ഇപ്രകാരം ഈ ലോകത്ത് ഇടപെടണം? നമുക്ക് കർത്താവായ യേശുക്രിസ്തുവല്ലേ ലോകത്തെ രക്ഷിച്ചത് എന്ന് പറയുന്ന പലരുമുണ്ട്. മനസ്സിലാക്കുന്ന ഇപ്രകാരമാ, ഈ ലോകത്തിൻ്റെ രക്ഷകനായ യേശുക്രിസ്തു തന്നെയാണ് തൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തെ
തന്നിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി, യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാക്കി മാറ്റുന്നതിന് വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുക. ഈശോ തന്നെ അത് പല സ്ഥലങ്ങളിലും എടുത്തു പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിലൂടെയാണ് ഞാൻ ആദ്യമായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നതെങ്കിൽ, എൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ തന്നെയായിരിക്കും എൻ്റെ രണ്ടാമത്തെ വരവും ഈ ലോകത്തിൽ സംഭവിക്കുക എന്നുള്ള കാര്യം കർത്താവ് തന്നെ ഈ ലോകത്ത് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഒരു സത്യമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഈ ലോകത്തെ ഒരുക്കുവാൻ സാത്താൻ്റെ പുറകെ പോകുന്ന ഈ ലോകത്തിലെ ആത്മാക്കളെ സത്യദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ സ്വർഗം അയച്ചിരിക്കുന്ന സ്വർഗത്തിൻ്റെ പടയാളിയാണ് പരിശുദ്ധ കന്യകാമറിയം. ഇനി രണ്ടാമതായി, എന്തുകൊണ്ട് പരിശുദ്ധയമ്മ ഈ കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. സുവിശേഷങ്ങളിലൂടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന സമയം സമാഗതമായതിൻ്റെ സൂചന കൂടെയാ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകൾ. സുവിശേഷത്തിൽ കർത്താവ് അരുളി ചെയ്തിട്ടുണ്ട്, സമയം സമാഗതമാകുമ്പോൾ ഈ ലോകത്ത് സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി കർത്താവ് തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സമയം സമാഗതമാകുമ്പോൾ ഈ ലോകത്ത് സംഭവിക്കുവാനിരിക്കുന്ന കാര്യങ്ങൾ കർത്താവ് തന്നെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നതൊക്കെ ഈ കാലഘട്ടത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നതും നമ്മുടെ മുൻപിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്വർഗത്തിൻ്റെ സമയം, സുവിശേഷത്തിൽ കർത്താവ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന സമയം സമാഗതമായതിൻ്റെ ഒരു സൂചന കൂടെയാ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഈ ലോകത്തിലെ പ്രത്യക്ഷപ്പെടലുകൾ, പ്രത്യേകിച്ചും മെജ്ജുഗൊരിയിലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകൾ. പ്രിയമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ എപ്പിസോഡിൽ പരിശുദ്ധ അമ്മ മെജ്ജുഗൊരിയിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് മെജ്ജുഗൊരിയിലേക്ക് ആയിരക്കണക്കിന് യുവതി യുവാക്കൾ കടന്നു വന്ന് മെജ്ജുഗൊരിയിലെ ദേവാലയത്തിൽ നിന്ന്, അൾത്താരിൽ നിന്ന് ഒഴുകുന്ന നീർച്ചാലിൽ നിന്ന് പാനം ചെയ്യുന്നതിനെക്കുറിച്ച് ഫാദർ ടോമിസ്ലാവ് വ്ളാസ്കിക്ക് സിസ്റ്റർ ബ്രീജ് മെക്കന്ന റോമിൽ വെച്ച് നൽകിയ സന്ദേശം, ആ സന്ദേശം മെജ്ജുഗൊരിയിൽ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും നാം കാണുകയുണ്ടായി. ഇപ്രകാരം അനേകായിരം യുവജനങ്ങൾ ഇന്ന് മെജ്ജുഗൊരിയിലേക്ക് കടന്നു വന്ന് പുതിയ ഒരു ആത്മീയ അഭിഷേകത്തിൽ നിറഞ്ഞ് ഒരു ദൈവ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത് നാം മെജ്ജുഗൊരിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മെജ്ജുഗൊരിയുടെ ഒരു പ്രത്യേകതയാണ്, മെജ്ജുഗൊരിയിൽ എപ്പോഴും യുവജനങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് യുവതി യുവാക്കന്മാരെ സ്വർഗം മെജ്ജുഗൊരിയിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ തന്നെ മെജ്ജുഗൊരിയിൽ കടന്നു വന്ന അനേക യുവതി യുവാക്കൾ, അവരിൽ ഭൂരിഭാഗവും വിശ്വാസമില്ലാത്തവരും സെക്കുലറിസത്തിൻ്റെ പുറകെ പോയവരും എത്തയിസത്തിൻ്റെ പുറകെ പോയവരും ഈ ലോകത്തിൻ്റെ സകല മ്ലേച്ഛതകളുടെ പുറകെ പോയവരും ഒക്കെയുണ്ട്. എന്നാൽ മെജ്ജുഗൊരിയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ, 2-3 ദിവസം മെജ്ജുഗൊരിയിൽ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയിലൂടെ ഒരു പ്രത്യേക ദൈവ അനുഭവത്തിലേക്ക് അവിടെ കടന്നു വരുന്ന ഓരോ യുവജനങ്ങളും ആനയിക്കപ്പെടുകയാണ്. അങ്ങനെ പ്രിയമുള്ളവരെ, മെജ്ജുഗൊരിയിൽ സംഭവിച്ച കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു സത്യമാണ്, മെജ്ജുഗൊരിയിലേക്ക് ഇപ്രകാരം കടന്നു വന്ന വിശ്വാസമില്ലാത്തവരും തീക്ഷ്ണതയില്ലാത്തവരും
മറ്റാദർശങ്ങളിലും സിദ്ധാന്തങ്ങളിലുമൊക്കെ വിശ്വസിച്ചിരുന്നവരുമായ അനേകം യുവജനങ്ങൾ മാനസാന്തരപ്പെട്ട് പൗരോഹിത്യ സന്യാസ ജീവിതത്തിലേക്ക് കടന്നു പോരുന്ന അനുഭവം മെഡ്ജുഗരിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ന് ഏതാണ്ട് 500ഓളം പുരോഹിതർ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന 500ഓളം വൈദികർ മെഡ്ജുഗരിയിൽ കടന്നു വന്ന് മാനസാന്തരപ്പെട്ട് തങ്ങളുടെ ദൈവവിളി തിരിച്ചറിഞ്ഞ് പൗരോഹിത്യത്തിലേക്ക് ആനയിക്കപ്പെട്ടവരാണ്. അവരെല്ലാം മെഡ്ജുഗരിയിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്ട് 500-ലധികം വൈദികർ മെഡ്ജുഗരിയിൽ മാനസാന്തരപ്പെട്ട് ദൈവവിളിയിലേക്ക് സ്വീകരിച്ചവർ അവരുടെ ജീവിത അനുഭവങ്ങൾ മെഡ്ജുഗരിയിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. മെഡ്ജുഗരിയിലെ അൾത്താരയിൽ നിന്ന് ഒഴുകുന്ന ആ ജീവജലത്തിൽ നിന്നും പാനം ചെയ്ത യുവജനങ്ങൾ അൾത്താര ശുശ്രൂഷകരായി മാറുന്ന, കർത്താവിൻ്റെ വിശുദ്ധ ബലിയർപ്പിക്കുന്ന, തൻ്റെ പൗരോഹിത്യ ഗണത്തിലേക്ക് കർത്താവ് സ്വീകരിച്ച അനേകം സാക്ഷ്യങ്ങൾ നമുക്ക് മെഡ്ജുഗരിയിൽ കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ സ്വർഗത്തിൻ്റെ പ്രത്യേകമായ ഒരിടപെടൽ മെഡ്ജുഗരിയിൽ സംഭവിക്കുന്നതിൻ്റെ അടയാളങ്ങളാണ്. പ്രിയമുള്ളവരെ, ഇനി മെഡ്ജുഗരിയിലെ അപ്പരീഷൻ്റെ ആദ്യ പടിയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. 1981 ജൂൺ മാസം 24-ാം തീയതി വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ തിരുനാൾ ദിവസം. ഈ ദിവസം 6 കുട്ടികൾ, മിരിയാന, ഇവാങ്ക, വിസ്ക, മിൽക്ക എന്ന 4 പെൺകുട്ടികളും ഐവാൻ എന്ന പേരുകാരായ 2 ആൺകുട്ടികളും മെഡ്ജുഗരിയിലെ മലയിൽ തങ്ങളുടെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. ഈ സമയത്ത് ആ മലയുടെ മുകളിൽ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതായിട്ട് അവർക്ക് തോന്നുകയാണ്. അവർ പെട്ടെന്ന് ആ പ്രത്യക്ഷപ്പെട്ട മുകളിൽ കാണുന്ന സ്ത്രീയെ കണ്ടു. അവർ അങ്ങോട്ട് നോക്കിയപ്പോൾ ഈ സ്ത്രീ അവരെ ഇങ്ങനെ മാടി വിളിക്കുന്നതായിട്ട് അവർക്ക് തോന്നി. പക്ഷേ ഇത് ആരാണെന്ന് അറിയില്ല. അതുകൊണ്ട് അവർ മലയുടെ മുകളിലേക്ക് കയറി ചെല്ലുവാനായി മടിച്ചു. അവർ ആ സ്ത്രീ മാടി വിളിച്ചെങ്കിലും മുകളിലേക്ക് കയറിപ്പോയില്ല. അവർ പേടിച്ചു പോയി. അങ്ങനെ അവർ വൈകുന്നേരം ആടുകളെ മേയിച്ച് തങ്ങളുടെ വീടുകളിലേക്ക് പോയി. വീട്ടിൽ ചെന്നതിന് ശേഷം അവർ വീട്ടുകാരോട് പറഞ്ഞു, ഇങ്ങനെ മുകളിലൊരു സ്ത്രീ നിൽക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടു. ഞങ്ങളെ ഇങ്ങനെ മാടി വിളിച്ചു. ഞങ്ങളങ്ങോട്ട് പോയില്ല. അങ്ങനെ അങ്ങോട്ട് പോകാൻ ഞങ്ങൾക്ക് ഭയമായിരുന്നു എന്നൊക്കെ വീട്ടിൽ ചെന്ന് ഈ 6 കുട്ടികളും പങ്കുവെച്ചു. അപ്പോൾ വീട്ടുകാർ പറഞ്ഞു, അതൊന്നും നിങ്ങൾ കാര്യമാക്കി എടുക്കണ്ട, ഇനി അങ്ങോട്ട് പോകുകയും വേണ്ട. അതൊക്കെ നിങ്ങൾ ആരെയും അവിടെ മറ്റെന്തെങ്കിലും നിങ്ങൾ കണ്ട് പേടിച്ചതായിരിക്കും. അതുകൊണ്ട് അവിടെ ഒരു സ്ത്രീയുമില്ല, ഒന്നുമില്ല, നിങ്ങൾ ആരും അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. ഇതൊന്നും നിങ്ങൾ വളരെ പ്രധാനമായിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല, കാര്യമായിട്ടൊന്നും എടുക്കരുത് എന്നൊക്കെ വീട്ടുകാരൊക്കെ പറഞ്ഞു. അപ്പോൾ കുട്ടികൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല, ഇനി എങ്ങാനും ഇങ്ങനെയൊരു സ്ത്രീയെ പിന്നീട് കണ്ടാലും അങ്ങോട്ട് പോകുന്നില്ല എന്ന് തന്നെ ഈ കുട്ടികൾ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ ബിസ്ക എന്ന് പറയുന്ന ആ യുവതിയുടെ വല്യമ്മച്ചി, അമ്മൂമ്മ വല്യമ്മച്ചി അവളോട് പറഞ്ഞു, ഇനി എങ്ങാനും ഇപ്രകാരം ഒരു സ്ത്രീ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. നീ ആട് മേയ്ക്കാൻ പോകുമ്പോൾ നീ ഹന്നാൻ വെള്ളം, വിശുദ്ധ ജലം നിൻ്റെ കൂടെ കൊണ്ടുപോകണം. എന്നിട്ട് ഇങ്ങനെ നിൻ്റെ മുമ്പിൽ ആരെങ്കിലും കടന്നു വന്നാൽ നീ ആ വിശുദ്ധ ജലം അവരുടെ മേൽ തളിക്കണം. അപ്പോൾ എന്തെങ്കിലും പൈശാചികത അതിനകത്തുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ വിശുദ്ധജലം തളിക്കുമ്പോൾ അത് വിട്ടുപോകും. ഇനി ദൈവികതയാണ് അവിടെ ഉള്ളതെങ്കിൽ, ദൈവത്തിൻ്റെ ഇടപെടലാണെങ്കിൽ നിങ്ങൾക്ക് അന്നേരം വിശുദ്ധജലം തളിക്കുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്ന് പ്രായം ചെന്ന വല്യമ്മച്ചി ബിസ്കയോട്
പറഞ്ഞു കൊടുത്തു. അങ്ങനെ വിസ്ക വീട്ടിലുണ്ടായിരുന്നൊരു ഹന്നാമ്പള്ള ബോട്ടിലൊക്കെ എടുത്ത് വെച്ചു. പിറ്റേ ദിവസവും ഏതാണ്ട് ആ സമയമായപ്പോൾ ഇവരൊക്കെ പല സ്ഥലങ്ങളിലായിരുന്നെങ്കിലും അവരുടെ ഉള്ളിൽ ആ മലയിൽ കയറി ചെല്ലുവാനായിട്ട് വലിയൊരു പ്രേരണ ലഭിക്കുക. അവർ പോകണ്ട എന്ന് തീരുമാനിച്ചിരുന്നെങ്കിലും ഒരു വലിയ ശക്തമായ ഉൾപ്രേരണ ഇവർക്ക് ലഭിക്കുന്നു. അങ്ങനെ ഈ കുട്ടികൾ മെഡ്ജുഗൊരിയിലെ ആ മലയിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഇപ്രാവശ്യം കടന്നു ചെന്നപ്പോൾ അവരുടെ കൂടെ മിരിയാനയും ഇവാങ്കയും വിസ്കയും മരിയ എന്ന് പറയുന്ന പുതിയൊരു കുട്ടിയും, പിന്നെ ഐവാൻ്റെ കൂടെ യാക്കോബ് എന്ന് പറയുന്ന 10 വയസ്സുകാരനായ മറ്റൊരു കുട്ടിയും ആണ് പോയത്. ഇന്നലെ കഴിഞ്ഞ തലേ ദിവസം പോയ മിൽക്കയും ഐവാനും അവരുടെ കൂടെ പോയിരുന്നില്ല. ബാക്കി 6 കുട്ടികൾ, പുതിയ 2 പേര്, ഇവാങ്കയും മരിയയും വിസ്കയും മിരിയാനയും ഐവാനും യാക്കോബും കൂടെ പിറ്റേ ദിവസം ഈ മലയിലേക്ക് കയറി ചെന്നു. മിൽക്കയും മറ്റൊരു ഐവാനും തലേന്ന് പോയ അവർ 2 പേരും പോയില്ല. പിന്നീട് മിൽക്കയ്ക്കും അന്ന് പോകാതിരുന്ന ഐവാനും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ പിന്നീട് ലഭിച്ചിരുന്നില്ല. അങ്ങനെ ജൂൺ മാസം 25-ാം തീയതി ഈ 6 കുട്ടികൾ ഒരു ഉൾപ്രേരണ മൂലം മെഡ്ജുഗൊരി അമ്മ പ്രത്യക്ഷപ്പെടുന്ന മലയുടെ അടിവാരത്തേക്ക് കടന്നു ചെല്ലുന്നു. അവിടെ ചെന്നപ്പോൾ അവർ കണ്ടു, ഈ മലയുടെ മുകളിൽ കുറേ നല്ല ദൂരമുണ്ട്, മലയുടെ മുകളിൽ ഒരു സ്ത്രീ ഇങ്ങനെ നിൽക്കുന്നു. ആ സ്ത്രീ തങ്ങളെ മാടി വിളിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് ആ സ്ത്രീയുടെ അടുത്തേക്ക് പോകാം. അങ്ങനെ അവർ മല കയറാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ആരോ അവരെ എടുത്തുകൊണ്ട് പോകുന്നത് പോലെ പെട്ടെന്ന് അവർ ആ സ്ത്രീയുടെ അടുത്ത് ചെന്നു. പിന്നീട് ഈ കുട്ടികൾ പങ്കുവയ്ക്കുന്നുണ്ട്, ആരോ ഞങ്ങളെ എടുത്തുകൊണ്ട് പോകുന്ന പോലെ, അല്ലെങ്കിൽ ഈ മലയൊക്കെ കയറണമെങ്കിൽ കുറേ സമയമെടുക്കും, അവിടെ കല്ലുകളുണ്ട്, മുള്ളുണ്ട്, അതൊക്കെ കയറി ചെല്ലാൻ കുറച്ച് സമയമെടുക്കും. എന്നാൽ ഞങ്ങളിങ്ങനെ ഓടിപ്പോവുകയാണ്. അങ്ങനെ ഓടിപ്പോയപ്പോൾ കല്ലോ മുള്ളോ അങ്ങനെ മാട് കെട്ടിയിരിക്കുന്ന അതൊന്നും ഞങ്ങൾക്കൊരു തടസ്സമായില്ല. അവരുടെ ദേഹത്തൊരു പോറൽ പോലുമില്ല. അവരിങ്ങനെ അത്ഭുതകരമായി പെട്ടെന്ന് മുകളിൽ ആ സ്ത്രീയുടെ അടുത്തെത്തി. ആ സ്ത്രീയുടെ അടുത്തെത്തിയപ്പോൾ അവർ ചോദിച്ചു, അങ്ങ് ആരാണ്? അപ്പോൾ ഈ സ്ത്രീ അവളെ തന്നെ കുട്ടികൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു, ഞാൻ പരിശുദ്ധ കന്യകാ മറിയമാണ് എന്ന്. എന്നിട്ട് അവൾ പറഞ്ഞു, ഞാൻ സമാധാന റാണി എന്ന പേരിൽ ഇവിടെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ തീരെ കൊച്ചു കുഞ്ഞുങ്ങളല്ല, 16, 17, 18, 19 ഒക്കെ പ്രായമുള്ള ടീനേജേഴ്സാണ്. അതിനകത്ത് ഏറ്റവും ചെറുപ്പക്കാരൻ യാക്കോബ്, അന്ന് അവന് 10 വയസ്സേ ഉള്ളൂ. ഇവരൊക്കെ ടീനേജ് പ്രായം കഴിഞ്ഞ് വരുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ്. ഞാൻ സമാധാന റാണി എന്ന് ഇവിടെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞപ്പോൾ വിസ്ക തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഹന്നാം വെള്ളം, വെല്ലുമിച്ച് പറഞ്ഞിരുന്നല്ലോ, നീ ഇങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ ഹന്നാം വെള്ളമായിട്ട് പോകണം. അവൾ ആ ഹന്നാം വെള്ളം എടുത്ത് മാതാവിൻ്റെ മേലിങ്ങനെ തളിച്ചു. ഇത് കണ്ട് മാതാവ് പുഞ്ചിരിച്ചു. എന്നിട്ട് തളിച്ചുകൊണ്ട് വിസ്ക ഇപ്രകാരം പറഞ്ഞു, നീ ദൈവത്തിൽ നിന്നാണെങ്കിൽ നീ ഇവിടെ തന്നെ നിൽക്കുക. അവൾ ഹന്നാം വെള്ളം തളിച്ചുകൊണ്ട് പറയുക, നീ ദൈവത്തിൽ നിന്നാണെങ്കിൽ നീ ഇവിടെ തന്നെ നിൽക്കുക. ഇനി നീ സാത്താനാണെങ്കിൽ ഉടനെ വിട്ടുപോകാം എന്നും പറഞ്ഞാണ് ഇവൾ ഹന്നാം വെള്ളം തളിക്കുന്നത്. അങ്ങനെ ഈ ഹന്നാം വെള്ളം തളിച്ചപ്പോൾ അത് കണ്ട് പരിശുദ്ധൻ പുഞ്ചിരിച്ചു. എന്നിട്ട് പിന്നീട് കുട്ടികൾ പറഞ്ഞത് ഇപ്രകാരമാണ്, ഈ ഹന്നാം വെള്ളം തളിക്കുമ്പോൾ അത് അമ്മയുടെ ദേഹത്ത് കൊള്ളുന്നില്ല, അത് അന്തരീക്ഷത്തിൽ ഇങ്ങനെ അപ്രത്യക്ഷമായി പോവുകയായിരുന്നുവെന്ന്. പരിശുദ്ധ അമ്മ അവിടെ തന്നെ നിന്ന് കുഞ്ഞുങ്ങളെ പുഞ്ചിരിയോടുകൂടി സ്വീകരിച്ച് അവരോട് സംസാരിച്ചു. അങ്ങനെ 1981 ജൂൺ മാസം 25-ാം തീയതിയാണ് ആദ്യമായി പരിശുദ്ധ കന്യകാമറിയം മെഡ്ജുഗൊരിയിൽ ഈ 6 കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നത്. അന്നു മുതൽ പിന്നീട് മുൻപോട്ട്
എല്ലാ ദിവസവും പരിശുദ്ധ അമ്മ മെഡ്ജുഗരിയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ 40 വർഷമായി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. കുട്ടികൾ പിന്നീട് പങ്കുവച്ചത് ഇപ്രകാരമാണ്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് വലിയൊരു പ്രകാശം അവിടെ കടന്നു വരും. വലിയൊരു പ്രകാശം അവിടെ മുഴുവൻ നിറയും. അങ്ങനെ ആ പ്രകാശത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ ഇങ്ങനെ പുറത്തേക്ക് വരും. പരിശുദ്ധ അമ്മ പ്രകാശം നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മേഘപാളിക്കുമേൽ അമ്മ നിൽക്കും. അങ്ങനെ വലിയൊരു പ്രകാശത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് അമ്മ കടന്നു വരുന്നതും. ഒരു മേഘപാളിക്ക് മേലാണ് പരിശുദ്ധ അമ്മ നിന്ന് സംസാരിക്കുന്നതും. എന്നിട്ട് അവർ പറഞ്ഞു, അമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നല്ല സൗന്ദര്യമുള്ള ഒരു സ്ത്രീയാണ്. അതോടൊപ്പം തന്നെ ശാന്തത നിറഞ്ഞ ഒരു പ്രകൃതമാണ് പരിശുദ്ധ അമ്മയുടേതെന്ന്. വളരെ സുന്ദരിയും ശാന്ത പ്രകൃതിയും നിറഞ്ഞ ഒരു വ്യക്തിയായി പരിശുദ്ധ അമ്മയെ ഈ മക്കൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ മെഡ്ജുഗരിയിലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിൻ്റെ ആരംഭം കുറിച്ചു. 1981 ജൂൺ മാസം 25-ാം തീയതി. 24-ാം തീയതി അമ്മ പ്രത്യക്ഷപ്പെട്ടിരുന്നുവെങ്കിലും കാര്യമായിട്ടൊന്നും സംസാരിച്ചിരുന്നില്ല. ആദ്യത്തെ സന്ദേശം നൽകുന്നത് 25-ാം തീയതിയാണ്. അമ്മയുടെ സന്ദേശം, ആദ്യത്തെ സന്ദേശം ഇതാണ്: ഞാൻ സ്വർഗത്തിൽ നിന്ന് വരുന്നു, ഞാൻ പരിശുദ്ധ കന്യകാമറിയമാണ്, സമാധാനത്തിൻ്റെ റാണി എന്ന് ഇവിടെ അറിയപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ മെഡ്ജുഗരിയിലെ പരിശുദ്ധ അമ്മയെ സമാധാനത്തിൻ്റെ റാണി എന്നാണ് അറിയപ്പെടുക. ഞാൻ സ്വർഗത്തിൽ നിന്നും വരുന്നു എന്ന് പരിശുദ്ധ അമ്മ കുട്ടികൾക്ക് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ഇത് യഥാർത്ഥത്തിൽ പരിശുദ്ധ കന്യകാമറിയമാണ് എന്ന് അവർക്ക് ബോധ്യമാവുകയും പിന്നീട് ആ കുട്ടികൾ പരിശുദ്ധ അമ്മയുടെ ഈ ഇടപെടലുകൾ മെഡ്ജുഗരിലെ ഗ്രാമവാസികളുമായി പങ്കുവയ്ക്കുകയും ചെയ്തു. അങ്ങനെ പിന്നീട് എല്ലാ ദിവസവും ആകാംക്ഷയോടുകൂടി അനേകം ഗ്രാമവാസികൾ ഈ കുട്ടികളുടെ കൂടെ അപ്പറേഷൻ ഹില്ലിലേക്ക് കടന്നു വരികയും പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകൾ മനസ്സിലാക്കുകയും ചെയ്തു. ഇത് പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടതുപോലെ അടുത്തുള്ള പല സ്ഥലങ്ങളിൽ നിന്നും അനേകം ആളുകൾ കൂട്ടം കൂട്ടമായി അവിടെ വരുവാൻ തുടങ്ങി. ആളുകളുടെ എണ്ണം വർദ്ധിച്ചു. അധികാരികൾക്ക് ആളുകളെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത രീതിയിൽ ജനങ്ങളുടെ പ്രവാഹമായിരുന്നു അങ്ങോട്ട്. ആ സമയത്ത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് എങ്ങനെയെങ്കിലും ഇതിനെ തകർക്കുവാനായിട്ട് പരിശ്രമിക്കുകയും കുട്ടികളെ പല രീതിയിലുള്ള ഉപദ്രവങ്ങളിലൂടെ കടത്തിവിടുകയും ചെയ്തു. പല രീതിയിലും ഈ കുട്ടികളെ അവർ ഉപദ്രവിച്ചു. ഇതൊക്കെ സത്യമല്ല എന്നും നുണയാണെന്നൊക്കെ പറയുവാൻ കുട്ടികളെ നിർബന്ധിച്ചു. ഇടവക ദേവാലയത്തിലെ വൈദികരെ പല രീതിയിലും അവർ ഉപദ്രവിച്ചു. ഇതൊക്കെ തെറ്റാണെന്ന രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കണമെന്ന് ഗവൺമെൻറ് അവിടെ ഉണ്ടായിരുന്ന വൈദികരോട് കൽപ്പിച്ചു. അങ്ങനെ വലിയ പ്രതിസന്ധിയിലൂടെയും ഞെരുക്കങ്ങളിലൂടെയുമാണ് പരിശുദ്ധ അമ്മയുടെ മെഡ്ജുഗരിയിലെ അപ്പറേഷൻ്റെ ആദ്യ മാസങ്ങൾ കടന്നുപോയത്. അതിനെല്ലാം അതിജീവിച്ച് സ്വർഗം കഴിഞ്ഞ 42 വർഷങ്ങളായി ഇന്നും മെഡ്ജുഗരിയിൽ പരിശുദ്ധ അമ്മയുടെ ശക്തമായ വെളിപ്പെടുത്തലുകൾ സ്വകാര്യമായും നൽകിക്കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ മെഡ്ജുഗരിയിലെ പ്രത്യക്ഷപ്പെടലുകളെ സ്വീകരിച്ചുകൊണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം 6:40 പരിശുദ്ധ അമ്മ മെഡ്ജുഗരിയിൽ പ്രത്യക്ഷപ്പെടുന്ന ആ സമയം നമുക്കും നമ്മുടെ ഹൃദയങ്ങളെ
സ്വർഗത്തിലേക്ക് ഉയർത്തി സ്വർഗം ആ ഓരോ പ്രത്യക്ഷപ്പെടലുകളിലൂടെയും എന്താണോ ഈ ലോകത്തിന് നൽകുവാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹം അത് നമുക്കും ഏറ്റെടുക്കുവാൻ പരിശ്രമിക്കാം. നമ്മുടെ ആത്മാക്കളെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഐക്യപ്പെടുത്തി ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് മെജ്ജുകുരി സന്ദേശങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ മെജ്ജുകുരി അമ്മയുടെ കരങ്ങളിലൂടെ സ്വർഗീയ നാഥൻ്റെ കരുണയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.